ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എന്ത് ഭംഗിയായിട്ടാണ് ആ കൊച്ചുമിടുക്കി അവതരിപ്പിക്കുന്നത് അല്ലേ. ആ ഒരു നാളത്തെ ഒരു ലീഡർ ആകാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. അത്തരത്തിൽ മികച്ചൊരു പ്രഭാഷണമാണ്. വളരെ സമാധാനത്തോടു കൂടി തന്റെ മനസ്സിലുള്ള കാര്യം അതേപോലെ ആ മൈക്കിന് മുന്നിൽ പറയാൻ കിട്ടുന്ന കഴിവ് ചില്ലറ കാര്യമൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യൻ ചരിത്രം സാറ് ഓക്സ്ഫോർഡില് 15 മിനിറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് ഞാൻ കേട്ടിരുന്നു. 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിനെ കുറിച്ച് ബ്രിട്ടനിൽ നിന്ന് തന്നെ ശക്തമായും എന്നാൽ ഹാസ്യം ചേർത്ത അവതരിപ്പിച്ചതിലൂടെ അങ്ങയുടെ നയതന്ത്ര പാഠവും അഗാധ പഠനവും എനിക്ക് മനസ്സിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ നെല്ലൂർ ബ്രീഡ് പശു വരെ നമുക്ക് അന്യമായി. ഇപ്പോൾ നല്ല മികച്ച ജീവിത സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ നമ്മുടെ യുവതലച്ചോറുകൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തായി. അവരുടെ അടുത്ത തലമുറയായ മക്കളെയും ദാനം ചെയ്ത് അവിടുത്തെ പൗരന്മാരാക്കി കൊടുക്കുകയാണ്. അടിമത്തം ശരിക്കും മാറിയോ? എൻ്റെ സംശയമാണ്. എനിക്ക് എൻ്റെ രാജ്യവും എൻ്റെ കേരളവും ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ മികച്ച സാഹചര്യത്തിൽ ഒരു ബിസിനസ്സുകാരിയായി ജീവിക്കാൻ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം തടസ്സമാകുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനായി സാർ എന്താണ് വിഭാവനം ചെയ്യുന്നത്? അതിനായി ഞാൻ എന്ത് സ്കില്ലാണ് നേടേണ്ടത്? നന്ദി, നമസ്കാരം. ഇതാണ് നമ്മുടെ ഭാവി. The Kerala Renaissance is here. Well done. ശശി തരൂരിനെ പോലുള്ള ആൾക്കാരെ പ്രസംഗം കോട്ട് ചെയ്ത് അത് അവതരിപ്പിച്ച കേട്ടു. അതെനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോഴത്തെ ഉള്ള സൗകര്യങ്ങളോടുള്ള അടിമത്തം മൂലം മറ്റുള്ള രാജ്യങ്ങളോട് ആൾക്കാർ കുടിയേറി താമസിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലാണ് പെൺകുട്ടി അവതരിപ്പിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു KSRTC ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ വീഡിയോ വിട്ടുകൊണ്ട് നമ്മുടെ ഒന്നും മാനത്തിന് ഒരു വിലയില്ലാത്ത പോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കും. ഇതിങ്ങനെ പാർട്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോമാളിത്തരം കാണിക്കുന്ന എന്താ പറയുന്നത് അലൻ ജോസ് പെരേര പോലും ഇതിനെക്കാട്ടി മികച്ച രീതിയിൽ ഇതാണ് പുള്ളിയുടെ മണ്ടത്തരം കാണിച്ചുകൊണ്ട് പുള്ളി റീച്ച് ഉണ്ടാക്കുന്നത്. വേറെ ആരെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല, മാന്യമായ രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് റീച്ചാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കിയാൽ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ടത്.